ഗൈസ്, റബിയുൽ അവൽ മാസം കഴിഞ്ഞ് റബിയുൽ ആഖിറായി. ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് റാക്കോട് ഇന്ന് നബിദിനാണ്. അപ്പോൾ ഞാനും ഷംസും ഇതുവഴി ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ നബിദിനം തുടങ്ങുന്ന പരിപാടി, റാലിയൊക്കെ തുടങ്ങുന്ന പരിപാടി. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി നിർത്തി ഇറങ്ങി. നമുക്ക് ഇതിലൊന്ന് പങ്കെടുക്കാമെന്നൊരു മോഹം, ഈ സ്ഥലം ഇവിടുത്തെ ഒക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ നബിദിനം ഒന്ന് പകർത്താൻ വേണ്ടി വന്നത്. റാക്കോട് മേൽ റാക്കോടല്ലേ? മേൽ റാക്കോടുള്ള ആ പഴയ പള്ളി അവിടെയാണ്. ഇവിടെ വേറെ കടകളില്ലല്ലോ അല്ലേ? അപ്പോൾ താൽക്കാലികമായിട്ടൊരു ടീ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ ഇവിടെ സ്ഥലം നല്ല വൈബ് സ്ഥലമാണ്, മലൻ്റെ അടിവാരത്ത്. ഇവിടെ എന്താണ് ഇപ്പം ഇതിന് നടത്താൻ കാരണം? ഇവിടുത്തെ ആൾക്കാരൊക്കെ പുറത്തായോണ്ടായിരിക്കും അല്ലേ? ആൾക്കാരില്ലാത്തോണ്ടായിരിക്കും അല്ലേ? രാവിലെ ഫസ്റ്റ് തന്നെ അവിടെ ബൈക്ക് റാലി ഉണ്ട്. ബൈക്ക് റാലി കഴിഞ്ഞിട്ടാണ് അത്ര എല്ലാവരും ചേർന്നിട്ടുള്ള റാലി. അപ്പോൾ നമുക്ക് രണ്ടും കണ്ടു പോയാലോ? ആദ്യം ബൈക്ക് റാലിൻ്റെ ഒപ്പം പോവാം, നമുക്ക് വണ്ടിയുടെ ബാക്കിൽ പോവാം. ഓക്കെ. മഴ പെയ്യോ? ബൈക്ക് റാലിക്കുള്ള തയ്യാറെടുപ്പാണ്. ലൈറ്റോ? കാത്തുണ്ട്. അപ്പോൾ ബൈക്ക് റാലിക്കുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ ഇവിടുത്തെ കുറേ ഉസ്താദുമാർ ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. റാലി ഇവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങനെ പോയി, എത്ര ദൂരം പോകുന്ന അറിയില്ല. നമുക്ക് അതിൻ്റെ ബാക്കിൽ പോയി നോക്കാം. പോയിട്ട് തിരിച്ച് വന്നിട്ട് എല്ലാവരും അണിനിരന്നിട്ടുള്ള റാലി നടക്കും, അതും കാണാം നമുക്ക്. എന്താ വൈബ് സ്ഥലമല്ലേ? അടിപൊളി. പാടിനെല്ലാം ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട് റാലി തുടങ്ങാൻ. ഉറപ്പട്ടോ? ഭയങ്കര നല്ല തണുപ്പാണ്. രാവിലെ ഭയങ്കര മഞ്ഞ് മൂടി നിൽക്കുന്ന സമയം. അപ്പോൾ രാവിലെ റാലി കാണാന്ന് വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ബൈക്ക് റാലി വരുന്നുണ്ടാവും. ബൈക്ക് റാലീൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് മേലെ വന്ന് നിൽക്കുകയാണ്. റാലി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല, അതിപ്പോൾ വരും. അപ്പോൾ വന്നിട്ട് ഇവർ ഇവിടുന്ന് കരിശ്ശല വരെ അല്ലേ? എവിടെ? ഇതുവരെ കൊള്ളൂ അല്ലേ? ഓക്കെ, നമ്മൾ വണ്ടി ഇവിടെ നിർത്തി അവരെ വെയിറ്റ് ചെയ്യണം, നോക്കാം. നമ്മൾ കുറേ നേരം കാത്തിരുന്നു, അറേഞ്ച് ചെയ്യുന്നുള്ളൂ. നേരാവുന്ന വെച്ചാൽ ഒക്കെ ഒരു ഓർഡർ ആക്കണ്ടേ? ഇതിപ്പോൾ ഏതാണ് എസ്റ്റേറ്റ്?
റാക്കൂട്ടല്ല ഒരു കമ്പനി വേറെ എന്തൊക്കെ മാറുന്നത് 2 ഡിവിഷനൊക്കെ ഉണ്ട് ഇവിടെ. സസെക്സോ ഇതിൻ്റെ ബാക്കിൽ അവിടെ വേറെ എസ്റ്റേറ്റ് അത് വേറെ ആൾക്കാണ്. വരുന്നുണ്ടേ പോയി. എല്ലാവരും പോയിട്ട് പറ്റല്ലേ? നമുക്ക് പോകണ്ടല്ലോ. നമുക്ക് പോയാൽ ഒന്നും കിട്ടില്ല. നമ്മൾ പോയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാം. ഓക്കെ. നേരെ ബലൂൺ ഇട്ട് എടുത്ത് കിട്ടോ. ഇവിടെ നിന്നാ കിട്ടൂല. സംശോ ബലൂണ് മാത്രമേ ഉള്ളൂ. പായസമല്ല, ആളെയും കാണാല്ല. വിട് വിട്. അവിടെ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകണ്ട കുറച്ച് ദൂരം. ഇവിടെ അങ്ങനെ വഴിയിലൊന്നും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല സംശയം. കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. എല്ലാവർക്കും അവിടെ തന്നെ ആയിരിക്കും. വരുമ്പോ വ്യൂ നല്ല രസമുണ്ടാവില്ലേ? അവിടെ അല്ലേ? പോയി നോക്കാം. ബൈക്ക് റാലി പോയി. ബൈക്ക് റാലി തിരിച്ചു വരുന്നത് നമ്മളിവിടെ കാത്തെത്തും. ഭയങ്കര കാറ്റും തണുപ്പൊക്കെയാണ് ഇവിടെ. ഇവിടെ പാടികളൊക്കെ ഉണ്ടാവും. റോഡിലൂടെ പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം. വരുന്നുണ്ട്. വളർന്ന് കിട്ടില്ല. മധുരം തന്ന ഹബീബിന്റെ കിസ്സ വിരുത്തിടുന്നേ. മദീനപ്പാട്ടുകൾ പാടാൻ ഓരോ നേരം മനസ്സിനുണ്ടേ. മതി വരാത്തൊരു സ്നേഹത്തിൻ സല്ലാപമുണ്ടേ. സ്നേഹമേ ദാഹമേ റൂഹിന്റെ നിദാനമേ. സ്നേഹമേ ദാഹമേ
ഇന്നത്തെ നബിദിനത്തിൻ്റെ താൽക്കാലിക കട ഇന്നത്തേക്ക് മാത്രം. മഴ ചാറിയടാ, റാലി തുടങ്ങി, ഇങ്ങനെ പോവാ. ചായ കുടിക്കാൻ പോവാം. റാലി അങ്ങോട്ട് പോയി, മഴ പെയ്തു. നമ്മൾ വണ്ടി എടുത്ത് റാലീനെ പോയി, റാലിൻ്റെ പുറകെ പോകാൻ പോവാണ്. നമുക്ക് ചെറിയൊരു അക്കടി പറ്റി നമ്മൾ കരിയശോല പോകണമായിരുന്നു. എന്നാൽ അവിടെ കാര്യപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. റാലി പോകുന്നുണ്ട്, നനഞ്ഞാ പോണ്. മഴ നനയുണ്ടോ, വെയിലായിരുന്നെന്ന് തകർത്തേനെ അല്ലേ. മഴ പെയ്തു. ഞങ്ങളിൽ സന്തോഷം വന്നെത്തി حبا وشوقا يا رحمة العالمين جئناك صلى الله عليه കോട മൂടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നോ. നല്ല മഴ ചെയ്തു. ദഫ് കളി റോഡിലാണ് നടക്കുന്ന മഴയത്ത്.
ഞങ്ങൾ നല്ല പരിപാടി കാണാമെന്ന് വിചാരിച്ചിട്ട് നല്ല പ്രതീക്ഷയോടുകൂടി വന്നതാണ്. അപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ ഒന്നും ഒരു മെനയായില്ല. നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി കാണാനും പറ്റിയില്ല. പക്ഷേ ആ മഴയത്തും അവരവർ പരിപാടി വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് വന്നു. ഇനിയിപ്പം അവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഉള്ള പ്രോഗ്രാമുകളൊന്നും ഷൂട്ട് ചെയ്യാനോ കാണാനോ നിൽക്കാനോ പറ്റാത്ത അങ്ങനത്തെ കാലാവസ്ഥയായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ട് വന്നപ്പോൾ നല്ല വെയിൽ ഇങ്ങോട്ട് കുറച്ച് ദൂരം അവിടെ കൊണ്ട് വന്നപ്പോൾ ഏതായാലും അത്രയും കാണാൻ പറ്റി. അത്രയേ ഉള്ളൂ. എന്നാൽ പോട്ടെ, ബൈ.